സൂപ്പർ ലീഗ് കേരള സീസൺ 2 സെമി ഫൈനൽ നടക്കുന്നില്ല എന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുമോ ഞെട്ടില്ലേ? സംഭവം എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെമി ഫൈനൽ നടക്കാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫൈനൽ മാറ്റി വെക്കുമോ എന്നുള്ള തുരയിൽ ഗൂഗിളിൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടൊരു സാധനമാണിത്. ഞാൻ ഇന്ന് ഞെട്ടിപ്പോയി. ഗൂഗിൾ ഇത് നേരത്തെ തീരുമാനിച്ചോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് സംഭവം AI വന്നിട്ടുണ്ടായിരുന്ന സാധനമാണ്. കാരണം അതിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്, ചിലപ്പോൾ ഇതിലൊക്കെ മിസ്റ്റേക്സ് വരാം, ഇത് ഒരു പ്രഡിക്ഷൻ പോലെ സംഭവം വെച്ചിരുന്നാണെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഈ വരാൻ പോകുന്ന സീസൺ 2 സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനൽ ആരൊക്കെ തമ്മിലായിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് താഴെ കമന്റ് കയറും. അപ്പൊ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എന്തെങ്കിലും കാരണം കൊണ്ട് സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കാതെ വരുമോ എന്നുള്ളത്. ഇത് ഞാൻ ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ പറയുന്ന പോലെ ഡിസംബർ 14 തന്നെയാണ് ഫൈനൽ നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവരെപ്പോൾ സെമി ഫൈനൽ നടത്തും? എനിക്ക് അതിൽ മാത്രമാണ് ഒരു കൺഫ്യൂഷൻ. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പല സ്ഥലങ്ങളിൽ തപ്പി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റിയ ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എസ്പെഷ്യലി ഇതുപോലത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ സെമി ഫൈനലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാച്ചസ് മാറ്റി വെക്കുകയും ഫൈനലിൻ്റെ ഡേറ്റ്സ് മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യവും വരികയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ നടത്തും. എങ്ങനെ? ഈ പറയുന്നത് പോലെ തന്നെ ടേബിളിൽ ടോപ്പായി നിൽക്കുന്ന, ഈ പോയിന്റ്സിൽ ടോപ്പായി നിൽക്കുന്ന, ഫസ്റ്റിലും സെക്കൻഡിലും നിൽക്കുന്ന ടീമിനെ ഡയറക്റ്റ് ഫൈനലിലേക്ക് കൊണ്ടുപോകാനും ഒരു പ്രൊവിഷൻ ഉണ്ട് എന്ന് കേൾക്കുന്നു. അത് സൂപ്പർ ലീഗിന് ബാധകമാണോ അല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അങ്ങനെ വരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ സൂപ്പർ ലീഗിന് അങ്ങനെ ഒരു റൂൾ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ചോദ്യം ഇതാണ്, സൂപ്പർ ലീഗ് കേരളയുടെ സീസൺ 2 ഫൈനൽ ആരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?